ആ SI പറഞ്ഞത് അതൊരു സൂയിസൈഡ് ആണെന്നാണല്ലോ ജോർജെ. 90% സൂയിസൈഡ് ആകാനാണ് സാധ്യത. ബാക്കി 10%? ബാക്കി 10% എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബോഡി കിട്ടുന്നത് കേരള കർണാടക വനമേഖലയിൽ നിന്നാണ്. അവിടെ നിന്ന് ഇതുവരെ ഒരു മിസ്സിംഗ് കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ പരാതിപ്പെടാൻ ബന്ധുക്കൾ ആരും ഇല്ലാത്ത ഒരാളാണെന്ന് തന്നെ വയ്ക്കുക. കാട്ടിപ്പോയി ആത്മഹത്യയുടെ വല്ല കാര്യമുണ്ട്? ആദിവാസി ആയിക്കോട്ടെ. ആദിവാസിയാൻ സാധ്യതയില്ല സർ. കാരണം സർ, ഈ ബോഡി തൂങ്ങി നിന്നിരുന്ന ഉയരം. പൊതുവെ ആദിവാസികൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർ നല്ല ഉയരത്തിൽ കയറും. വേറെ ആരും കൃത്യം ചെയ്യുമ്പോൾ കാണാതിരിക്കാൻ കൂടിയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ ഹയോഡ് ബോൺ ഫ്രാക്ചറാണ് മരണകാരണം. പ്രേത ശരീരം ഒരു പുരുഷൻ്റേതാണ്. 40-45 വയസ്സ് പ്രായം കാണും. ശരീരത്തിന് 1.5 മാസത്തോളം പഴക്കമുണ്ട്. എനിക്കുണ്ടായിരുന്ന സംശയം ആ ശരീരത്തിൻ്റെ ഇടത്തെ കണങ്ങാനുള്ള മെറ്റൽ പ്ലേറ്റിനെ കുറിച്ചായിരുന്നു. സാറിനറിയാമല്ലോ, ഇങ്ങനെയുള്ള സർജറികൾ പൊതുവെ ആദിവാസികൾ ചെയ്യാറില്ല. കാരണം ആ ചിലവൊന്നും അവർക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഓട്ടോപ്സി ചെയ്ത ദത്തൻ സാർ പറഞ്ഞത് സിന്തസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റിക്കോൺ പ്ലേറ്റ് അഥവാ റീകൺസ്ട്രക്ഷൻ പ്ലേറ്റ് എന്നാണ്. കമ്പനിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിൻ്റായിട്ട് അവർ പറഞ്ഞത് ചൈതന്യ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം.